നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാണ്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും നിത്യസംഭവമാണ്. ആരുടെ ഭാഗത്താണ് പിഴവുകൾ എന്നത് സംബന്ധിച്ച തർക്കങ്ങൾ. പക്ഷേ ഇപ്പോൾ പലയിടത്തും ഈ CCTVകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങൾക്കൊക്കെ CCTV ആണ് ഉത്തരം നൽകാറ്. പാലക്കാട് മണ്ണാർക്കാട് കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടമുണ്ടായി. ഒരേ ദിശയിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിൽ ആയിരുന്നു കാർ ഇടിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാർ അമിത വേഗതയിൽ ആയിരുന്നു എന്നത് വ്യക്തമാകുന്നുണ്ട്. മേലെ കൊടക്കാട് ആണ് അപകടം ഉണ്ടായത്. മുന്നിൽ പോയി സാവധാനം പോയ ഓട്ടോറിക്ഷയിലേക്ക് വന്നിടിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളോടെ News@9 പൂർണ്ണമാകുന്നു. നമസ്കാരം. പഞ്ച് ഡയലോഗ് സെഗ്മെന്റിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്ന് ഉയരുന്നുണ്ട് എങ്കിലും കേരള സ്കൂൾ ശാസ്ത്രോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തും എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് കുട്ടികളൊക്കെ TV കാണുന്നവർ ആണല്ലോ എന്ന പ്രതികരണം കൂടിയാണ്. ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ്. പാലക്കാട് MLA അതിൽ പങ്കെടുക്കുമല്ലോ എന്നുള്ളവർ എനിക്കറിയില്ല. എന്തായാലും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സംഘാടക സമിതി യോഗം അലങ്കോലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ വൈകുന്നേരം പാലക്കാടത്തേക്ക് പോകും. എന്തായാലും അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്നില്ല. കുട്ടികളെല്ലാം വന്നിരിക്കുമ്പോൾ ഈ ടെലിവിഷനെല്ലാം കണ്ടിട്ടില്ലേ കുട്ടികൾ വരുന്നത്. എല്ലാ കുട്ടികളും ടെലിവിഷൻ കാണുകയും വീട്ടിൽ നടക്കുന്ന ചർച്ചയിലൊക്കെ പങ്കെടുക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പലതിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാ. എന്നും പത്രത്തിൽ കണ്ടു ഈ കുട്ടികളുള്ള വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ ടെലിവിഷൻ ഓൺ ചെയ്യാൻ പ്രയാസമാണ്. കാരണം വെച്ചാൽ 75% വാർത്തകളും ഈ വാർത്തകളാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ, നിഷേധിക്കുന്നെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ, സിവിലായും ക്രിമിനലായും കേസ് കൊടുക്കട്ടെ. അതിന്റെ മാന്യത എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള സംഭവവികാസങ്ങളാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിരവധിയായ ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് അങ്ങനെ ഒരു ആരോപണമെങ്കിൽ ഉദ്യോഗസ്ഥ